ഒരു വ്യക്തി മാത്രമേ ഇന്ന് ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. മറ്റാരും പറഞ്ഞിട്ടില്ല. ഒരു മത നേതാക്കന്മാരോ മറ്റ് ഒരു ഗുരുക്കന്മാരോ ഇത് പറഞ്ഞിട്ടില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത് സ്വർഗത്തിൽ പോകാൻ, അല്ലേ? നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പർപ്പസ് എന്താ? എന്ത് പർപ്പസായിട്ടാണ് നമ്മൾ പോകുന്നത്? അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം, അല്ലേ? അതിൻ്റെതായിട്ടുള്ള പേപ്പേഴ്സും സർട്ടിഫിക്കറ്റും മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സ്വർഗരാജ്യത്തേക്ക് പോകാനായി ആരാധനയിൽ നമുക്ക് എന്താ വേണ്ടത്? മടി കൂടാതെ കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം. ഏത് ദുരിതത്തിലും ഏത് പ്രയാസത്തിലും കർത്താവിനെ ആരാധിക്കുന്നതിൽ നീ പുറകോട്ട് പോകാതിരുന്നാൽ ദൈവം പറയുകയാണ്, അവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഞാൻ മാനിക്കും. കാശ്മീർ സംഭവം, സമാധാനം ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമാധാനം ഒരു വ്യക്തി മാത്രമേ ഇന്ന് ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. മറ്റാരും പറഞ്ഞിട്ടില്ല. ഒരു മത നേതാക്കന്മാരോ മറ്റ് ഒരു ഗുരുക്കന്മാരോ ഇത് പറഞ്ഞിട്ടില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകും. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ സമാധാനത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സമാധാന ദാതാവിനെ നമ്മൾ സ്വന്തമാകണം, അല്ലേ? എന്നാലേ നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ പറ്റുള്ളൂ, ആസ്വദിക്കാൻ പറ്റുള്ളൂ. അതിന്റെ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? പറഞ്ഞവൻ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി, അവനവന്റെ വഴിക്ക് പോകട്ടെ എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ ഈ സമാധാനം കിട്ടത്തില്ല, നമ്മുടെ ഉള്ളിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഈ സ്വസ്ഥതയില് സമാധാനത്തില് നമ്മൾ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം യേശുവിനെ നാഥനും രക്ഷകനുമായി നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവൻ നല്ല ഒരു ഗുരുവാണ്, അല്ലേ? അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, ഗുരുക്കന്മാരുടെ ഗുരുവാണ്, അല്ലേ? അവൻ ദൈവപുത്രനാണ്, ഒപ്പം അവൻ മനുഷ്യപുത്രനും ആണ്. മനുഷ്യപുത്രനായത് മനുഷ്യപുത്രനായതുകൊണ്ടാണ് നമുക്കത് മനസ്സിലായത്, അല്ലേ? ദൈവപുത്രനായിട്ട് മാത്രം വരികയാണെങ്കിൽ ദൈവം എങ്ങനെയാ വരുന്നത്? ദൈവത്തിന് ശരീരമുണ്ടോ? ഇല്ല, അരൂപിയായിട്ട് വരുത്തുള്ളൂ. ഉത്തിതനായ കർത്താവിന്റെ ശരീരത്തോടെയാണോ വന്നേ? അല്ല, അവൻ അരൂപിയുടെ തലത്തിലേക്കാണ് ഉത്തിതനായത്. പക്ഷെ നമുക്ക് നഗ്നനേത്രങ്ങൾ കാണാൻ വേണ്ടി അവൻ ശരീരം എടുത്തു എന്ന് മാത്രമാണ്, അല്ലേ? പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അരൂപിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ സമാധാന ദാതാവിനെ നമ്മൾ സ്വന്തമാക്കുക. ഓരോ ആരാധനയിലൂടെയും എന്താ സംഭവിക്കുന്നത്? ഈ സമാധാന പ്രഭുവിനെ നമ്മൾ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇത് എങ്ങനെ തിരിച്ചറിയാം? ഈ സമാധാനം ഞാൻ സ്വന്തമാക്കിയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? എന്നിൽ നിന്ന് ആകുലതകൾ വിട്ടുപോകുന്നു, എന്നിൽ നിന്ന് അസ്വസ്ഥതകൾ വിട്ടുപോകുന്നു, ഭാരങ്ങൾ ഇല്ലാതാകുന്നു. അങ്ങനെ സമാധാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആകുലതയുണ്ടോ? ഭാരമുണ്ടോ? ഉണ്ടോ? ഒന്നുമില്ല. സമാധാനത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന് വേറെ എത്ര വലിയ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും അവൻ കുലുങ്ങത്തില്ല. അവൻ ശാന്തനായിരിക്കും, സ്വസ്ഥനായിരിക്കും. കാരണം അവന്റെ ഉള്ളിലുള്ളത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവനാണ് സമാധാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ളിൽ നിന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവൻ അസ്വസ്ഥനാകാനോ
ആകുലനാകാനോ ഒന്നും പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ആ പുനരുത്ഥാനത്തിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമൊക്കെ നമ്മളായിരിക്കുക. ഈ നിമിഷത്തില് ഈ സമയം നമ്മൾ ഒരു സാക്ഷ്യം കിടക്കാനായിട്ട് പോകും. സാക്ഷ്യം എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, എല്ലാവരോടും പറഞ്ഞിരുന്നു അല്ലേ, നോബത്തിന്റെ പുസ്തകമൊക്കെ വായിച്ച് നിങ്ങൾ ഒരു വചനം പ്രിപ്പയർ ചെയ്യണം, ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തെടുക്കണം അല്ലേ, സാക്ഷ്യമായിട്ടത് കൂട്ടായ്മയിൽ പറയണം. നമ്മൾ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു അല്ലേ? ഇല്ലേ? പറഞ്ഞിരുന്നു. പ്രിപ്പയർ ചെയ്തോ? പ്രിപ്പയർ ചെയ്ത് വരണം. ഇതുപോലെ ഒരാരാധനയും പറയും, ജോബൻ കിടന്നു വന്നിട്ട് അതൊന്നും പറയാൻ പറയും. മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തരെയും അങ്ങനെ മനസ്സിലാവും. അപ്പോൾ അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെൽ പ്രിപ്പയർഡായിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് ആഴ്ചകൾക്ക് മുമ്പ്, ഒത്തിരി ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അത് പറഞ്ഞത്. നോബത്തിന്റെ പുസ്തകം മൊത്തം വായിച്ചിട്ട് നമ്മൾ അതിനകത്തുള്ള മെസ്സേജ് കണ്ടന്റ് നടത്തിയെടുത്തിട്ട് അതൊരു മെസ്സേജായിട്ട് നമ്മൾ പറയണം. അങ്ങനെയാണ് നമുക്ക് ശുശ്രൂഷയിൽ വളരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എവിടെയെങ്കിലും 10 പേര് കൂടുന്നിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ, ഒരു ആത്മീയ കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കണം, ഒരു ചെറിയ മെസ്സേജ് കൊടുക്കണം. അതിന് കഴിയണമെങ്കിൽ ഇവിടെ അതിൻ്റെ പരിശീലനം കിട്ടിയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്തുതിപ്പിക്കുന്നതും അല്ലേ, പ്രാർത്ഥിപ്പിക്കുന്നതും സാക്ഷ്യം പറയിപ്പിക്കുന്നതും ഒക്കെ അതിനുവേണ്ടി കിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി അങ്ങനെ തോകത്തിൻ്റെ പുസ്തകമൊക്കെ വായിച്ച് നല്ല മിടുക്കനായിട്ട് തോന്നിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ശക്തീകരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആരെ തിരഞ്ഞെടുത്തത്? കർത്താവ് ആരെ തിരഞ്ഞെടുത്തത്? പണ്ഡിതന്മാരെ അല്ലേ? ഡബിൾ ആര് തിരഞ്ഞെടുത്തത്? പിച്ചിരി ഇതൊക്കെയാണോ? കർത്താവ് ആരെ തിരഞ്ഞെടുത്തത്? ഈ എഴുത്തും വായനയും പോലും അറിയാൻ പണ്ഡിതനായിട്ടുള്ള പൗലോസിലേക്ക് പിന്നെ വന്നു അല്ലേ? പൗലോസിലേക്ക് പിന്നെ നല്ല ക്വാളിഫൈഡ് ആയതല്ല. പക്ഷേ കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ആർക്കാണ് അതെ വലിയ വിദ്യാഭ്യാസമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല, മുക്കുവന്മാർ. പക്ഷെ ആ ചുങ്കക്കാർക്കൊക്കെ ചിലപ്പോൾ അല്പസ്വല്പം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കും. കാരണം ഇരട്ടി 10 ഇരട്ടിയൊക്കെ ചോദിച്ച് മേടിക്കാനും കണക്ക് ഒന്ന് മേടിക്കാനൊക്കെ ആയിട്ട് കുറച്ചൊക്കെ കണക്ക് കൂട്ടാനും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമായിരിക്കും അല്ലേ? അറിയാമായിരിക്കും. പിന്നെ യുദാസിന് കുറച്ചൊക്കെ, കാരണം എണ്ണി തിട്ടപ്പെടുത്തി ഇതിനകത്ത് വീഴുന്നൊക്കെ കുറച്ച് മാറ്റി കുറച്ചെടുത്ത് അല്ലേ, അതിനൊക്കെ പുള്ളിക്ക് നല്ല, അതിനെ കുറച്ച് കഴിവൊക്കെ പുള്ളിക്കുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ പത്രോസ് അല്ലേ ആദ്യത്തെ മാർപ്പാപ്പ, ആൾക്ക് എന്താ ഉണ്ടായിരുന്നത്? ആകെപ്പാടെ ആൾക്ക് അറിയാവുന്ന കുറച്ച് മീനിന്റെ പേര് മാത്രം അറിയാൻ പാടില്ല, വേറെ ഒന്നും അറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ എനിക്ക് കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഇങ്ങനെ ആരും ചിന്തിക്കരുത്. ഇങ്ങനെ ആരും ചിന്തിക്കരുത്. എന്റെ ദൈവത്താൽ എനിക്കെല്ലാം സാധ്യമാകും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ അല്ലേ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു നോക്കി. വിജയം തരുന്ന യോദ്ധാവ് എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മധ്യൻ എന്റെ കൂടെ 10 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു നോക്കി. 10 പ്രാവശ്യം എന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ തലത്ത് പോകും. കർത്താവ് എന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരായി വരും, ആരെനിക്കെതിരായി പ്രവർത്തിക്കും. അനേക തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കി. സംഭവങ്ങളൊക്കെ വിട്ടുപോകും. നമ്മുടെ ഉള്ളിൽ നിന്ന് സകല സംഭവങ്ങളും പറന്നു പോകും. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ, എന്താ ദൈവം, എന്റെ ദൈവം എന്റെ പക്ഷത്തെങ്കിൽ പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, സാധിക്കത്തില്ല എന്നാരും അറിയാൻ പാടില്ല, അറിയരുത്. ദൈവം ബലഹീനരായ മനുഷ്യരെയാണ് ഉയർത്തുക. ഹല്ലേലൂയ. ആര് ദൈവത്തിൽ ആശ്രയിക്കുന്നു, ആര് പരിപൂർണമായ സമർപ്പണം നടത്തുന്നുവോ അവനെ ദൈവം ഉയർത്തും, അവനെ കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രാൻസിസ് പാപ്പായെ ലോകം മുഴുവനും അംഗീകരിച്ചത്? എന്തുകൊണ്ടാണ്? ദൈവം ഉയർത്തി ലോകത്തിൻ്റെ നാനാ ജാതി മതസ്ഥരിലേക്ക്, ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് പാപ്പ കടന്നുപോയത്, ദൈവം കൊണ്ടുപോയത്. അപ്പോ ദൈവമാണ് ഒരു വ്യക്തിയെ ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് പൊസിഷനിൽ നിന്നാണ് പാപ്പ വന്നത്? അല്ലേ, നമുക്കറിയാം. പാപ്പ എന്താണ്, സീപ്പറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പാപ്പ സീപ്പറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അല്ലേ, ജോൺ പോൾ പാപ്പ എവിടുന്നാ വന്നേ? പാറമടയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അല്ലേ, എന്താ പറയില്ലേ, പാറമടയും പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ എവിടെ എത്രയും ഏറ്റവും എളിയ തലത്തിൽ നിന്നാണ് ദൈവം ഒരു മനുഷ്യനെ ഉയർത്തുക. അവിടെ ഒരു സമർപ്പണം ഉണ്ടാക്കണം. സമർപ്പണം ഉണ്ടാകണം, എളിമപ്പെട്ട് തീർക്കണം. അവിടെയാണ് ദൈവം ഉയർത്തുക. അതുകൊണ്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ, അല്ലേ, 21-ാം വയസ്സിൽ പാപ്പായുടെ ലിവർ പകുതി കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് പൂർണ്ണ സമർപ്പണം ചെയ്ത് പൂർണ്ണമായും ജീവിതം മുഴുവനും ജീവിതവും കർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. ഇന്നിപ്പോ എവിടെയാണ്, എവിടത്തോളം ലോകം മുഴുവനും ആദരിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറി. അല്ലേ, ലോകം മുഴുവനും ആദരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പാപ്പായുടെ മരണത്തില് എല്ലാ മനുഷ്യന്റെ ഉള്ളിലൊരു ചെറിയ നൊമ്പരം. പാപ്പായുടെ ബോഡി കാണുമ്പോൾ നമ്മൾ പോലും അറിയാൻ നമ്മുടെ ഉള്ളിലൊരു ചെറിയ നൊമ്പരം വരുന്നു. അത് ലോകരാഷ്ട്ര നേതാക്കന്മാരൊക്കെ പറയുകയാണ്. എന്താ ഇതിന്റെ കാര്യം? എന്താ? പാപ്പായിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ നീർച്ചാലുകൾ ഒഴുകി. അല്ലേ, യോഹന്നാൻ 7:37 വായിക്കുന്നില്ലേ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകി 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 എവിടെയൊക്കെ പോയി? അറബിയിൽ വരെ പോയി, അറബി നാടുകളിൽ പോയി, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി, പാപങ്ങളെ ചേർത്ത് പിടിച്ച്. ഇല്ലേ, കഴിഞ്ഞ ദിവസം കണ്ടു, പ്ലേഗ് വന്നിട്ട് കണ്ടാൽ നമുക്ക് ഒരു ഇറിറ്റേറ്റ് ആകുന്ന അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ, ഒരു ആഫ്രിക്കക്കാരനെ ചേർത്ത് പിടിച്ച് ആശ്ലേഷിക്കുന്ന പാപ്പ. പ്ലേഗ് പോലുള്ള സംഭവം മേല് നിറച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ലേ. ഈ കാച്ചിൽ വെള്ളിയിൽ കാച്ചിൽ കണ്ണൊന്നും കാണാൻ പാടില്ല. തലയിലും എല്ലാം മേലെ ആസനം ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നു, കുഷ്ഠരോഗിയെ ചേർത്ത് പിടിക്കുന്നു, ഭാവിയെ ചേർത്ത് പിടിക്കുന്നു, ജയിലുകളിൽ പോയി അവരെ ചേർത്ത് പിടിക്കുന്നു. അല്ലേ, ഡിസോർഡറുള്ള മക്കളെ, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, അതുങ്ങളുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ ഉമിനീർ ഒഴുകുന്നുണ്ട്, തുപ്പൽ ഒഴുകുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളെയൊക്കെയാണ് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുകയാണ്. ദൈവം ഉയർത്തുകയാണ്. തമ്പുരാൻ ഉള്ളിൽ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കഴിയില്ല, എനിക്ക് സാധിക്കില്ല എന്നാരും പറഞ്ഞേക്കരുത്. ഒരു വചനം നമ്മളെ സ്ട്രൈക്ക് ചെയ്താൽ ആ വചനം നമ്മൾ ആഴമായി നമ്മൾ പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റുക, പ്രാർത്ഥനയ്ക്കായിട്ട് എടുക്കുക. ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, വചനം പറഞ്ഞ് സ്തുതിക്കുക, ആ വചനം പറഞ്ഞ് ആരാധിക്കുക. അപ്പോൾ നമുക്ക് പുതിയ ബോധ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. കണ്ണുകളടച്ച ഇരുകരങ്ങൾ വന്ന് മാറോട് ചേർത്ത് വെച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് എത്ര ബലഹീനനായ മനുഷ്യനായിരുന്നാലും ദൈവത്തിൻ്റെ വചനവുമായി നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവാണ് ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കുക കാര്യങ്ങൾ. ദൈവവിശ്വാസത്തിൽ ആഴമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വിശ്വാസ ജീവിതത്തിൽ എവിടെയെങ്കിലും ഞാൻ പതറിപ്പോയിട്ടുണ്ടോ?
ഇരട്ടത്താപ്പുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് ഞാൻ. കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ ഞാൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിനെ അല്പസമയത്തേക്ക് മാറ്റി നിർത്തിയിട്ട് മറ്റേതെങ്കിലും ശക്തികളുടെ പുറകെ നമ്മൾ പോയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടോ? ചില വ്യക്തികൾ നമുക്ക് തരുന്ന ഉപദേശമായിരിക്കാം, ചില വ്യക്തികളോട് നമ്മൾ കേട്ട സാക്ഷ്യമായിരിക്കാം, അവിടെ പോയിരുന്നെങ്കിൽ, അവിടെ ഇന്നത് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത പോലും നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. സൃഷ്ടാവായ ദൈവം, അത്യുന്നതനായ ദൈവം, മഹോന്നതനായ ദൈവം, അവൻ്റെ മഹത്വം മറ്റാർക്കും അവൻ കൊടുക്കുകയില്ല. അവൻ ബലഹീനനായി മനുഷ്യനായി അവൻ അവതരിച്ചു. സകലതും അവൻ ഏറ്റെടുത്തു, ഒരു യാഗബലിയായി തീർന്നു. എല്ലാം ശരി തന്നെ. എന്നാൽ അവൻ്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. ദൈവമാണ്. ആ ദൈവമഹത്വത്തെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ നിസ്സാരമായി കാണുകയോ ചെയ്തിട്ടുണ്ടോ? ധാരാളമായ അടിയുറച്ച ദൈവവിശ്വാസം എന്നിൽ വളരേണ്ടതുണ്ട്. കർത്താവിൻ്റെ പുനരുത്ഥാനമൊക്കെ നമ്മൾ പ്രഘോഷിക്കുമ്പോഴും ആഘോഷിക്കുമ്പോഴും ആ പുനരുത്ഥാനത്തിൻ്റെ ഒരു ശക്തി ആഴമായ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തിയാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. കർത്താവേ, ആഴമായ വിശ്വാസത്തിൽ ഞങ്ങളെ മുമ്പോട്ട് നയിക്കണമേ. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അത് ആഴമുള്ളതാക്കി തീർക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഇരിക്കാം നമുക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമ്മൾ ഉത്തിതന്റെ സമാധാനത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു അല്ലേ? സ്വസ്ഥതയും സമാധാനമാണെന്ന് നമ്മൾ സ്വയം വിലയിരുത്തി. ഉത്തിതന്റെ സമാധാനത്തിൽ നിറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുക, ആഴമായ അല്ലേ ഒരു സ്വസ്ഥതയിൽ നമ്മളായിരിക്കുക. ആരാധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ആരാധനയുടെ പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോഴും ഇത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഈ സ്വസ്ഥതയും ഈ സമാധാനം നമ്മൾ നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോകാൻ നമുക്ക് ഇഷ്ടമാണോ? സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. സ്വർഗത്തിൽ പോയില്ലെങ്കിലും നരകത്തിൽ പോകാൻ ഇഷ്ടമല്ല അല്ലേ? സ്വർഗത്തിൽ പോയില്ലെങ്കിൽ നരകത്തിൽ പോകാൻ ഇഷ്ടമല്ല. അപ്പോൾ പോകും.
ശുദ്ധീകരണ സ്ഥലം. സ്വർഗത്തിൽ പോകാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് നമുക്ക് വേണ്ടത്? സ്വർഗത്തിൽ പോകാൻ അല്ലേ? നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പർപ്പസ് എന്താ? എന്ത് പർപ്പസായിട്ടാണ് നമ്മൾ പോകുന്നത്? അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം അല്ലേ? അതിൻ്റെതായിട്ടുള്ള പേപ്പേഴ്സും സർട്ടിഫിക്കറ്റും മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ, നീ സ്വർഗരാജ്യത്തേക്ക് പോകാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ എന്ത് ഇല്ലേ? പലരും കൽപ്പനകള് എത്രയുണ്ട്? കൽപ്പന എത്രയുണ്ട്? 10 ഈ 10 കൽപ്പനകളും പാലിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകില്ലേ? പാലിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്നു. 10 കൽപ്പനകളും പാലിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ പാലിക്കുന്ന വ്യക്തികൾ സ്വർഗത്തിൽ പോകും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ദൈവം നമുക്ക് ഇല്ലേ മോശയിലൂടെ 10 കൽപ്പനകൾ തന്നു. ഇതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ നിങ്ങളത് അനുസരിക്കണം, പാലിക്കണം, ആ കൽപ്പനയിൽ ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോവോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 10 കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകില്ല എന്നാണ് ഭൂരിപക്ഷം പറയുന്നത്. പിന്നെ എന്ത് ചെയ്താലാണ് സ്വർഗത്തിൽ പോവുക? അതും കൂടെ അറിയണല്ലോ. പിന്നെ എന്ത് ചെയ്താലാണ് സ്വർഗത്തിൽ പോവുക? എന്ത് ചെയ്താലാണ് സ്വർഗത്തിൽ പോവുക? ഒരു 4% ആളുകളും പറയും 10 കൽപ്പനകൾ പാലിച്ചാൽ സ്വർഗത്തിൽ പോകാം. അത് ഓൾഡ് ടെസ്റ്റമെന്റ് ആണ്. കൽപ്പനകൾ പാലിക്കണ്ടെന്നോ കൽപ്പനകൾ വേണ്ടെന്നോ ഒന്നും അർത്ഥമില്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. കൽപ്പനകളെല്ലാം അക്ഷരാർത്ഥത്തിൽ പാലിച്ച ഒരു വ്യക്തിയോട് ഈശോ പറയുന്നുണ്ട്, നിനക്ക് ഇനിയും ഒരു കുറവുണ്ട്. അപ്പൊ കൽപ്പനകൾ പാലിച്ചാൽ സ്വർഗത്തിൽ പോവോ? ഇല്ല. ഈശോ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ലൂക്കാസ് സുവിശേഷം 18-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ അല്ലേ? ഈ നിത്യരക്ഷ, നിത്യജീവൻ നമ്മുടെ ബേസിക്കലി നമ്മുടെ ആഗ്രഹവും ആവശ്യമൊക്കെ എന്താ? നിത്യജീവനാണല്ലേ? അത് സ്വന്തമാക്കാൻ അവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അത് സ്വന്തമാക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? യേശുവിന്റെ അടുത്ത് ചോദിക്കുകയാണ് മനുഷ്യൻ. യുവാവാണ്. യേശു പറഞ്ഞു, പ്രമാണങ്ങളെല്ലാം നിനക്ക് അറിയാമല്ലോ അല്ലേ? 10 പ്രമാണം മോശയിലൂടെ ദൈവം തന്നിട്ടുണ്ട്, അതെല്ലാം നിനക്ക് അറിയാമല്ലോ. അപ്പൊ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ തിരിച്ചറിവ് കിട്ടിയ നാൾ മുതൽ ഈ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ നിമിഷം വരെ ഈ കൽപ്പനകൾ എല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഈശോ എന്താ പറഞ്ഞു? അതിനെ ക്രിട്ടിസൈസ് ചെയ്തോ? നീ പറയുന്ന കള്ളമാണെന്നോ അങ്ങനെ പറഞ്ഞോ? അവൻ സത്യമാ പറഞ്ഞത്. 10 കൽപ്പനകളും അവൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് ഈശോ പറയുന്നത്, ഇവനെല്ലാ കൽപ്പനകളും പാലിക്കുന്നുണ്ട്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന
നിനക്ക് ഇനിയും ഒരു കുറവുണ്ട്. എന്താണ് ആ കുറവ്? നിനക്ക് ദരിദ്രർക്ക് സ്വർഗത്തിൽ. പുതിയ നിയമത്തിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ 10 കൽപ്പനകൾ മാത്രം പാലിച്ചാൽ പോരാ. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എനിക്ക് വിശന്നു, നീ ആഹാരം തന്നില്ല. എനിക്ക് വിശന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എനിക്ക് വിശന്നു, നീ ആഹാരം തന്നില്ല. അവിടെ കൽപ്പനകൾ പാലിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, പ്ലസ് എന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 25-ന്റെ വായിച്ചത്. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയാം: കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയെ കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചത് എപ്പോൾ? രാജാവ് മറുപടി പറയാം: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. 40-ാമത്തെ തിരുവചനം, ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഇന്ന് വിശുദ്ധ മദർ തെരേസ അൾത്താരയിൽ വണങ്ങപ്പെടുന്നതിന്റെ കാരണം ഈ ഒരു വചനമാണ്. മത്തായി 25:40. കേവലം ഒരു ടീച്ചറായിരുന്നു, സിസ്റ്ററായിരുന്നു, ടീച്ചറായിരുന്നു. വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ സ്ട്രൈക്ക് ചെയ്തു. ഈ വചനം ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു. അതാണ് കൽക്കത്തയുടെ തെരുവീതികളിൽ അനാഥരെയും ആലംബരെയും വിധവകളെയും കുഷ്ഠരോഗികളെയും ആർക്കും വേണ്ടാതെ ഫുട്പാത്തില്, റെയിൽവേ സ്റ്റേഷനില്, ബസ് സ്റ്റാൻഡുകളിൽ കിടക്കുന്നവരെ ചേർത്ത് പിടിച്ച് കഴുകിത്തുടച്ച്, ഒരു ഗ്ലൗസ് പോലും ഇടാതെ കഴുകിത്തുടച്ച് സ്വന്തം മകനെ പോലെ, മകളെ പോലെ, മക്കളെ പോലെ ചേർത്ത് പിടിച്ച് അനേകായിരങ്ങൾക്ക് പൊതുജീവൻ പ്രദാനം ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം, ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ആര്? വിശുദ്ധ മദർ തെരേസ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും പറയുകയാണ്. ഞാൻ എൻ്റെ വീട്ടില് 2 പേരുടെ ഫോട്ടോയാണ് പ്രധാനമായും ഷോക്കേസിൽ വെച്ചിരിക്കുക. മഹാത്മാഗാന്ധിയുടെയും മദർ തെരേസയുടെയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ അഹിംസയിലൂടെ ബലി കൊടുത്ത വ്യക്തിത്വമാണ് മഹാത്മജിയുടെ. ഏതാണ്ട് യേശുവിന് തുല്യൻ തന്നെ എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിലും ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന വ്യക്തിത്വം ഇല്ലേ? അതുപോലെ തന്നെ ഈ മദർ തെരേസ
ഈ ചോദ്യം അന്ത്യവിധിയിൽ നമ്മളോടും ചോദിക്കും. ഈ ചോദ്യം അന്ത്യവിധിയിൽ നമ്മളോടും ചോദിക്കും. കാരണം ആ വചനത്തിന്റെ ശീർഷകം തന്നെ എന്തെന്നാണ്? അവസാന വിധി എന്നാണ്. അവസാന വിധി, ലാസ്റ്റ് ജഡ്ജ്മെന്റ്. ഇതിൽ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, ദാഹിച്ചു കുടിക്കാൻ തന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോഴാണ് ഇത് പറയുന്നത്, ഏറ്റവും ചെറിയവരിൽ ഒരുവൻ ചെയ്തപ്പോ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ബാച്ചിനോട് ചോദിച്ചപ്പോ അവരെന്നാ പറഞ്ഞ, എപ്പോഴാണ് അങ്ങയെ വിശക്കുന്നവനായി, വസ്ത്രമില്ലാത്തവനായി, പരദേശിയായി, ആരാധനത്തിൽ കഴിയുന്നവനായി എപ്പോഴാണ് നിങ്ങൾ കണ്ടത്? നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നത് എപ്പോൾ? അവൻ മറുപടി പറയാം, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ഏറ്റവും എളിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. ആരാണ് അപ്പൊ നീതിമാൻ? ആരാണ് നീതിമാൻ? മത്തായി 25:40. മത്തായി 25:40. അതാണ് നീതിമാൻ. ഈ വചനപ്രകാരം അതാണ് നീതിമാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ തലമൊക്കെ നമ്മളെ കുറിച്ച് കേട്ടു. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. അത് മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അല്ലേ? മാർക്കോസ് 16:15 എന്താ പറയുന്നത്? പ്രധാനമായിട്ടും അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് പഠിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അത് മതി. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. വിശ്വസിക്കുക അല്ലേ? അതിന്റെ കുറച്ചുകൂടി നല്ല ഒരു ഡെഫിനിഷൻ നമുക്ക് റോമ 10:9 കിട്ടും. രണ്ട് കാര്യങ്ങളാണ് അവിടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുക. രണ്ട് കാര്യങ്ങൾ: രക്ഷ പ്രാപിക്കാൻ. നമ്മള് ആദ്യം കണ്ടത് എന്താണ്? 25:40 നമ്മൾ കണ്ടു. അപ്പൊ രക്ഷ പ്രാപിക്കാൻ 10 പ്രമാണങ്ങൾ മാത്രം പോരാ. മത്തായി 25:40 കണ്ടു. ഇനി അടുത്തത് രക്ഷ പ്രാപിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ എന്താ പറയുന്ന? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താ? യേശു കർത്താവാണെന്ന് ഏറ്റു പറയണം. യേശു കർത്താവാണ്, സൃഷ്ടാവാണ്, ദൈവമാണെന്ന് നീ ഏറ്റു പറയണം. അത് നീ വിശ്വസിക്കണം. വിശ്വാസമില്ലാത്തൊരു കാര്യം ഏറ്റു പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൽ വിശ്വാസം വരുമ്പോഴാണ് അത് ഏറ്റു പറയുക. അപ്പൊ വിശ്വാസത്തോട് ഏറ്റു പറയാം. രണ്ടാമത് എന്താണ്? ദൈവം അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആഘോഷിച്ചത് അല്ലേ? ഈസ്റ്റർ. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പൊ ഇത് ഈ ഒരു സാക്ഷ്യം നമ്മിൽ നിന്നുണ്ടായാൽ മാത്രമേ ഈ നിത്യജീവന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അഥവാ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമ്മളൊന്ന് വിചിന്തനം ചെയ്യുമ്പോൾ
കൽപ്പനകൾ മാത്രം പാലിക്കുന്നത് കൊണ്ട് ഒരുവന്റെ രക്ഷ സാധ്യമല്ല. പിന്നെയോ ഈശോ പഠിപ്പിച്ച പ്രബോധനങ്ങള്, യേശുവിന്റെ തത്വസംഹിതകള്, പഠനങ്ങള് വളരെ ഡിഫറെന്റ് ആണ്. നമുക്കറിയാം, പുതിയ നിയമം എന്ന് പറയുന്നത് ടോട്ടലി ചേഞ്ച് ആണ് പഴയ നിയമത്തിൽ നിന്ന്. സാബത്ത് ലംഘിക്കുന്നു ഒരു യഹൂദനെ സംബന്ധിച്ച് ഇമ്പോസിബിൾ. സാബത്ത് ലംഘിക്കുന്നു, സാബത്തിൽ ജോലി ചെയ്യും. ഈശോ പറഞ്ഞു, കർത്താവ് സാബത്തിന്റെയും കർത്താവാണ്. പുതിയ ബോധ്യങ്ങൾ കർത്താവ് കൊണ്ടുവരികയാണ്. കർത്താവ് പറയുകയാണ്, മനുഷ്യ, നീ പ്രമാണങ്ങൾ പാലിച്ചതുകൊണ്ട് മാത്രം, അനുസരിച്ചുകൊണ്ട് മാത്രം രക്ഷയില്ല. നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ കൊടുക്കുമ്പോഴാണ് വിശപ്പില്ലാത്തവനെ ഈ ലോകത്ത് നമുക്ക് കാണാൻ പറ്റും. വിശപ്പില്ലാത്തവനെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യുമ്പോ, എങ്ങനെ ചെയ്യുമ്പോ? യേശുവിന്റെ പ്രബോധനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവൻ. പട്ടിണി പാപങ്ങൾ ഉണ്ടാകത്തില്ല. നമുക്കറിയാം, ലോകത്തില് കളിമണ്ണ് കുഴച്ച് ഉണങ്ങി, അല്ലേ? അതെ, കളിമണ്ണ് ബട്ടർ ചേർത്ത്, ബട്ടർ അവർ പശു, എരുമ ഒക്കെ വളർത്തുന്നവരാണ്. ലേശം ഈ വെണ്ണ ചേർത്ത് കളിമണ്ണ് കുഴച്ചിട്ട് അത് ചെറിയ അപ്പം പോലെ പരത്തി, പത്തിരി പോലെ ഇങ്ങനെ പരത്തി വെയിലത്ത് വെച്ച് ഉണങ്ങി ഇട്ട് അത് പൊശിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കും. ആ ചെറിയ ആ ഗീയുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഈ മണ്ണപ്പം ഈ കുഞ്ഞുങ്ങള് കഴിക്കുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എത്രയോ ആഫ്രിക്കൻ പട്ടിണി രാജ്യങ്ങൾ ആലോചിച്ച് നോക്കി. സമ്പത്ത് കുമിഞ്ഞുകൂടി അതിന്റെ മുകളിൽ അടയിരുന്ന് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഡോളറിന്റെ ഭക്ഷണം കൊണ്ടുപോയി ട്രാഷ് ബിന്നിലേക്ക് കമത്തുമ്പോ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് സൗദി അറേബ്യയിലൊക്കെ ടൺ കണക്കിന് ഭക്ഷണം. അതായത് ബിരിയാണി ചോറ്, ബിരിയാണി കഴിക്കാൻ പറ്റാതെ കഴിച്ചിട്ട് ബാക്കി കൊണ്ടുവന്ന് ഈ ഓരോ വീടിന്റെയും പുറത്ത് ഇങ്ങനെ വേസ്റ്റ് വലിയ കൊട്ട വെച്ചിരിക്കും. അത് വണ്ടി വന്ന് അങ്ങനെ തന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോവാണ്. ആ സിസ്റ്റമാണ്. കൊണ്ടുപോയിട്ട് സൗദി അറേബ്യയുടെ ഒരു ഭാഗമുണ്ട്, വലിയ ട്രഞ്ചാണ്, ആയിരക്കണക്കിന് അടി താഴ്ചയുള്ള ട്രഞ്ച്. അവിടെ കൊണ്ടുപോയി ഇത് തട്ടുകയാണ്. പല പ്രാവശ്യം പല വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ കമ്പനിയിലായിരുന്നപ്പോ വേസ്റ്റ്, കമ്പനിയുടെ വേസ്റ്റ്, ഈ ബിൽഡിംഗ് പൊളിക്കുന്നതിന്റെ വേസ്റ്റ് തട്ടാൻ വേണ്ടി ടിപ്പർ ലോറിയുമായിട്ട് വലിയ ടിപ്പുമായിട്ട് ഞാൻ പോകും. ആ സമയത്ത് കണ്ടു മുനിസിപ്പാലിറ്റിയുടെ വണ്ടി കൊണ്ടുവന്ന് തള്ളുന്നത്. എത്രയോ പട്ടിണി പാവങ്ങൾ ഇത് കിട്ടാതെ വിശന്ന് മരിക്കുന്നുണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ. ഇവിടെയാണ് ഈശോ പറഞ്ഞ്, എനിക്ക് വിശന്നു. ഒരുത്തരും പോകത്തില്ല, ഒരുത്തരും പോകത്തില്ല, സ്വർഗത്തിൽ ഒരുത്തരും പോകത്തില്ല. ഏക സത്യത ദൈവത്തെ ആരാധിക്കുന്നവരാണ്. 5 നേരം കുമ്പിടുന്നുണ്ടല്ലോ. നെറ്റിത്ത് വലിയ പാറ പോലെ ദൈവം വരുന്നുണ്ട്. കണ്ടില്ല നമ്മൾ കാശ്മീരില് എന്താ കണ്ടത്? പേര് ചോദിച്ചിട്ടാണ് മിഷൻ കണ്ട് തലയിലേക്ക് വെച്ച് 28 വീഴ്ത്തിയത്. എന്നിട്ട് പറയും, മതം പറയരുത്, ജാതി പറയരുത്. മതം പറയാതെയാണോ ജാതി പറയാതെയാണോ 28 തോക്ക് വെച്ച് വീഴ്ത്തിയത്? ഏതെങ്കിലും ഒരു ലോക നേതാവ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ സമയം വരെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ? അവന്റെ പേര് അല്ല മുഹമ്മദ് എന്നോ
അബ്ദുൽ ജലീൽ നോക്കി ആയിരുന്നെങ്കിൽ അവൻ മരിക്കില്ലായിരുന്നു. ഇതാണ് ലോകം. എന്നിട്ട് പറയും ഞങ്ങൾ ഏക സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. ടൺ കണക്കിന് ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റ് ആയിട്ട് ഒന്ന് ഡംപ് ചെയ്യുക. തൊട്ടടുത്ത രാജ്യം പട്ടിണികൾക്ക് മരിക്കുന്നു. എന്നിട്ട് പോയി ഞങ്ങൾ സ്വർഗം അഡ്വാൻസ് ആയിട്ട് വിലക്കെടുത്തിരിക്കുക. എവിടെ പോകും? അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വർഗത്തിൽ പോകും. അവരെ സൃഷ്ടാവായ ദൈവത്തിന്റെ സന്നിധിയില് പോകത്തില്ല. പോകണമെങ്കിൽ യേശു കർത്താവാണ് മാതരം കൊണ്ടേറ്റ് പറയണം. അവന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം. പുനരുത്ഥാനം ചെയ്ത കർത്താവ് ജീവിക്കുന്നവനാണെന്ന് വിശ്വസിക്കണം. അത് ഏറ്റുപറയണം. സാക്ഷ്യത്തിന്റെ ജീവിതം ഉണ്ടാകണം. അല്ലാതെ രക്ഷയില്ല. ഒരു മനുഷ്യനും രക്ഷയില്ല. ഒരു വ്യക്തിയും സ്വർഗത്തിൽ പോവില്ല. ഇത് പറയാത്തോളം വചനം അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പത്രോസിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കുളി കഴിഞ്ഞവന്റെ പാദം മാത്രമേ കഴുകേണ്ടതുള്ളൂ. കുളി കഴിഞ്ഞവൻ പത്രോസ്, കുളി കഴിയാത്തവൻ യൂദാസ്. കുളി കഴിഞ്ഞവൻ പത്രോസ്. പത്രോസ് 3 വട്ടം തള്ളി പറഞ്ഞെങ്കിലും കർത്താവിനറിയാം. പത്രോസ് അനുഭവിച്ച് തിരിച്ചു വരും. അവൻ ദൈവരാജ്യം സ്വന്തമാക്കണം. അവൻ ഈ സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കും. സഭയെ ഭരിക്കാൻ അവൻ ഇരിക്കും. കാരണം അവൻ അനുഭവിച്ച് തിരിച്ചു വരും. അനുഭവിക്കുന്നവൻ പത്രോസ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് കുളി കഴിഞ്ഞവന്റെ നീ കുളി കഴിഞ്ഞവൻ പത്രോസ്. നീ എങ്ങനെയൊക്കെ തള്ളി പറഞ്ഞാലും, നീ ചവിട്ടി മരിച്ചാലും നീ തിരിച്ചു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികള് ഇതിങ്ങനെ തുടർന്നാൽ മതി, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. പിന്നെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. പോരാ. ഇങ്ങനെ പോയാൽ നമ്മുടെ ജീവിതം അതോ ഗതിയിലാകും. അല്ലെങ്കിൽ പിന്നെ സ്വതൂക്കായനമാരൊക്കെ ഒരു മരണാന്തര ജീവിതമില്ല, ആത്മാവില്ല, ഉത്ഥാനമില്ല, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന സ്വതൂക്കായൊരു വർഗം ഉണ്ടായിരുന്നു, വിഭാഗം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് അതല്ല. നമുക്ക് എന്തുണ്ട്? ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു പ്രത്യാശയുടെ നിത്യത നമുക്കുണ്ട്. ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അവസ്ഥ അത് സ്വന്തമാക്കണമെങ്കിൽ പറയുകയാണ്, നീയും പോയി അതുപോലെ ചെയ്യുക. ഇതുപോലെ വിശക്കുന്നവന് ആഹാരം പിടിക്കുക, വസ്ത്രമില്ലാത്ത വസ്ത്രം പിടിക്കുക, ദരിദ്രനെ പരിഗണിക്കുക. നമുക്ക് വളരെ ലളിതമായി തോന്നാം, പക്ഷേ പ്രാക്ടിക്കലിലേക്ക് വരുമ്പോൾ അല്പം ബുദ്ധിമുട്ട്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുക. ഞാൻ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്?
പുസ്തകത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച്. മകനെ, നാം ദരിദ്രരായതിൽ നിനക്ക് ആദ്യമോ ആശങ്കയോ വേണ്ട. ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും ദൈവത്തോട് ഭക്തി, നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും ചെയ്താൽ പ്രീതികരമായി അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. വലിയ സമ്പത്ത് കൈവരും. വലിയ സമ്പത്ത് കൈവരും. ഇത് ഭൗതികമായ ഒരു കേവലം ഒരു സമ്പത്ത് മാത്രമല്ല, വലിയ സമ്പത്ത്. ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുക, പാപങ്ങളോട് കരുണ കാണിക്കുക. ഇതെല്ലാം നമ്മളിപ്പോ ചിന്തിച്ച വചനത്തിൽ വന്നിട്ടുണ്ട്. വിശക്കുന്നവൻ ആഹാരം കൊടുക്കുന്ന പാവങ്ങളോട് കരുണ കാണിക്കുന്നതാണ്. ദൈവഭക്തി ഉള്ളവരെ കരുണ കാണിക്കാൻ പറ്റും. ദൈവഭക്തി ഉള്ളവരെ കരുണ കാണിക്കാൻ പറ്റും. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആദരിക്കുക, ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ സ്നേഹിക്കുക. അവനെ ഇതുപോലെ ചെയ്യാൻ പറ്റും. ഈ വലിയ സമ്പത്ത് കൈവരുമെന്ന് പറഞ്ഞാൽ കോടികള് ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ ഒരു ലക്ഷറി ലൈഫ്, ഇതൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. അതൊക്കെ വന്നുകൊള്ളും, തന്നുകൊള്ളും. വലിയ സമ്പത്ത്, വലിയ സമ്പത്ത് കൈവരുന്നത് വലിയ സമ്പത്തിന്റെ ഉടയവനായ അവനോട് കൂടെ ആയിരിക്കാനുള്ള യോഗ്യത ഞാൻ നേടി എടുക്കണമെന്നുള്ളതാണ്. ആ നേടിയെടുക്കാനുള്ള വഴികളാണ് ഈ പറഞ്ഞതെല്ലാം. പ്രമാണികൾ മാത്രം പോരാ, ആ യോഗ്യത നേടാൻ മറ്റു കാര്യങ്ങളും വേണം ഈശോ പഠിപ്പിക്കുക. അതാണ് നമ്മൾ ചിന്തിച്ചത്. മത്തായി 25 ആ അന്ത്യവിധിയിൽ ഈശോ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ഇല്ലായ്മകളെ കുറിച്ചും വല്ലായ്മകളെ കുറിച്ചും ചെറിയ ചെറിയ തകർച്ചകളെ കുറിച്ച് ഒന്നും നമ്മള് ടെൻഷൻ അടിക്കണ്ട. ദൈവത്തോട് നിങ്ങൾക്ക് ഭക്തി ഉണ്ടായിരിക്കണം. ദൈവ ആരാധനയിൽ മടി കൂടാതെ കർത്താവിനെ നീ മഹത്വപ്പെടുത്തണം. ഏത് ദുരിതത്തിലും ഏത് പ്രയാസത്തിലും കർത്താവിനെ ആരാധിക്കുന്നതിൽ നീ പുറകോട്ട് പോകാതിരുന്നാൽ ദൈവം പറയുകയാണ്, അവനെ ഞാൻ മാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ ഞാൻ മാനിക്കും. അതുകൊണ്ട് പ്രിയമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് എൻ്റെ ആത്മീയ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു? ഏതാണ്ട് ഒരു 80% കഴിഞ്ഞു എന്നാണ് പറയുക. ലോകത്തിന്റെ അന്ത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ലോകാവസാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ, യുഗാന്ത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ 80% മേളിലേക്ക് വന്നു. ചിലർ പറയുന്നു അടുത്ത ഒരു പാപ്പ കൂടിയേ ഉണ്ടാകത്തുള്ളൂ, സഭ ഛിന്ന ഭിന്നമാകും, തകരും എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നമ്മൾ വിധിക്കേണ്ട, ദൈവത്തിന് വിട്ടുപിടിക്കുക. ദൈവത്തിന് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. കർത്താവിന്റെ വചനപ്രകാരം ഇതെല്ലാം കല്ലുമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടേണ്ടതാണ്. യുദ്ധങ്ങളും വലിയ ദുരിതങ്ങളും പകർച്ചവ്യാധികളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുഗാന്ത്യത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുന്നത്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല, ദാഹിച്ച് കുടിക്കാൻ തന്നില്ല. ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരും. അതിന് ആൻസർ കൊടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഭയം കൂടാതെ, ലജ്ജയില്ലാതെ ആൻസർ കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഇനി കർത്താവിന്റെ വരവ്
അത് ആദ്യം വന്നതുപോലെ ആയിരിക്കില്ല, അല്ലേ? ആദ്യം വന്നതുപോലെ ആയിരിക്കില്ല. താടി മീശ വലിച്ചു പറിച്ചവന്റെ മുമ്പിൽ ഒരു കുഞ്ഞാടിനെ പോലെ തല താഴ്ത്തി നിന്ന മിശിഹ ഇനി വരുന്നത് അതുപോലെ ആയിരിക്കില്ല. അന്ത്യവിധിയാവാനായി അവൻ വരുമ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കത്തില്ല. അതിനകത്ത് നേതാക്കന്മാരുണ്ടാകാം, രാജാക്കന്മാരുണ്ടാകാം, എല്ലാവരും ഉണ്ടാകാം. കാരണം വിധിയാളാനായിട്ടാണ് അവൻ വരുന്നത്. അവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ വചനത്തിന്റെ പശ്ചാത്തലം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുക. നമുക്ക് എണീച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. കർത്താവേ, ഇത്രയും വർഷങ്ങൾ ജീവിതം തന്നു, ആയുസ് തന്നു, ആരോഗ്യം തന്നു. കർത്താവേ, ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. യുവാന്ത്യത്തിന്റെ ലക്ഷണങ്ങൾ കർത്താവേ ഞങ്ങൾ ലോകത്ത് കാണുകയാണ്. തമ്പുരാനെ, ഇനിയും ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ, ഇനിയും ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ, അവിടുത്തെ മുഖം ദർശിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. നിന്റെ വചനത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ, ക്രമപ്പെടുത്തുവാൻ തമ്പുരാനെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിയുന്ന വിധത്തിലെല്ലാം നിന്റെ വചനം പാലിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നവരാണ് ഞങ്ങൾ. എന്നാൽ അതുകൊണ്ട് മാത്രം സ്വർഗത്തെ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലൂടെ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അനുവദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിന്റെ പുത്രനായ യേശുവിന്റെ തിരുവചനങ്ങൾ ധ്യാനിക്കുവാനും ആ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനും അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടുവാകും. അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാകും. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.